ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നത് കേട്ടോ. ഒരു 4:30 സമയമാണേ. ഇപ്പോൾ കുറച്ച് നേരം ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം ഞാൻ പണ്ട് 2-3 മിനിറ്റ് നിന്നിട്ടങ്ങ് കയറി വാതിലടയ്ക്കും കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. വീട്ടിലൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടപ്പോൾ നമുക്ക് കുറച്ച് പേടിയും ഭയമൊക്കെ മാറി നിൽക്കുമല്ലോ. ഏട്ടനുണ്ടല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്, രാവിലെ മോന് പുട്ടും പഴവും കട്ടൻ ചായയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ ചായ ഇന്ന് കട്ടൻ ചായ മതിയമ്മ, ഒരു ഏലക്കേക്ക് ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും കൊടുത്ത്. പുട്ടൊന്നും കഴിച്ചൊന്നുമില്ല, ഒരു ഇച്ചിരിയെ കഴിച്ചുള്ളൂ കേട്ടോ. കഴിക്കാൻ ഭയങ്കര പാടാണ്. ഈ ശനി ഞായറൊക്കെ ഞാൻ പുട്ടുണ്ടാക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വേഗം പുട്ടുണ്ടാക്കി. പിന്നെ ഒരു മുട്ട പൊരിച്ചതും ചമ്മന്തിയും പിന്നെ ഒരു സാലഡും ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ എന്താണ് പറയുന്നത്, ക്യാരറ്റും വെള്ളരിക്കയും എല്ലാം കൂടി ചേർത്തൊരു സാലഡ്. പുറത്ത് നല്ല വെയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പാല് വന്നപ്പോൾ നല്ല ചായയൊക്കെ ഇട്ടു. പിന്നെ ഇത് നല്ലൊരു തേയിലയാണ് കേട്ടോ. കുറച്ചിട്ടാൽ മതി, കടുപ്പം നല്ല രീതിക്കുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് ചൂടോടെ കുടിച്ചു. എനിക്ക് ചായ ഇഷ്ടം ആണെന്നുള്ളത് പോലെ തന്നെയാണ് ഏട്ടനും കേട്ടോ. ഏട്ടനും 3-4 ചായ കുടിക്കും കേട്ടോ. അവരുടെ ഡ്യൂട്ടിയുടെ ഇതുമൊക്കെ കൊണ്ടായിരിക്കും ആ ശീലം. എങ്കിലും അതുകൊണ്ട് എനിക്ക് കൂട്ടായി. ചായ കുടിക്കാൻ 3-4 പ്രാവശ്യം കുടിക്കാൻ ആളുണ്ടല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ജോലികൾ കുറച്ചധികം ഉണ്ട്, എങ്കിലും വേഗം ചെയ്ത് തീർക്കണം. കാര്യം ഇന്ന് അത്യാവശ്യമായിട്ട് കൊല്ലം വരെ വീണ്ടും പോവേണ്ട കാര്യമുണ്ട്. ഏട്ടൻ്റെ ലൈസൻസ് ഒന്ന് പുതുക്കണം കേട്ടോ. അങ്ങനെ പൂട്ടിയൊക്കെ ഇറങ്ങി. ഇളയ മോനെ സ്കൂളിൽ കൊണ്ടാക്കി, മൂത്ത മോൻ രാവിലെ പോയി. അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. റോഡിലൂടെ പോകുമ്പോഴൊക്കെ ജാതിയും കാര്യങ്ങളും പലതുമാണ് കേട്ടോ. പല സ്ഥലത്ത് പോയപ്പോഴും പല പാർട്ടിയുടെ ജാഥകൾ പോകുന്നത് കണ്ടു. അതെല്ലാം കണ്ട് പതുക്കെ പോയി കേട്ടോ. മക്കളില്ലാത്തത് കൊണ്ട് എന്തോ പോലെ, പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, മക്കൾ പിറകിലിരുന്ന് എന്തെങ്കിലും വർത്തമാനങ്ങളും ഒക്കെ പറയാം, അവിടെ ഇരുന്ന് അടിയൊക്കെ കൊടുക്കും കേട്ടോ. ആ വണ്ടിയിലിരുന്ന് തന്നെ സോൾവും ചെയ്യാൻ പറ്റും. കാര്യം ഇറങ്ങി മാറാൻ പറ്റത്തില്ലല്ലോ, ഓടിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ പോയി. ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കാർ പാർക്കിങ്ങിന് പണിയുന്ന കെട്ടിടമാണ്. 100 കാറുകളോളം ഇടാൻ പറ്റുമെന്നാണ് കേട്ടത്. ഇനി അങ്ങനെ നമ്മൾ പോയിട്ടില്ലല്ലോ. ഇനി ഇതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ പോയി. എനിക്ക് ഉള്ളിൽ തോന്നിയത് ഒരു കാര്യമാണ് കേട്ടോ. കളക്ട്രേറ്റിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ഞങ്ങൾ 2 റൗണ്ട് അടിച്ചു കാറൊന്ന് പാർക്ക് ചെയ്യാൻ കേട്ടോ. ഒരു തരത്തിൽ പറ്റുന്നില്ല. കാര്യം നല്ല ഗ്യാപ്പുള്ള സ്ഥലത്തും ഒരു ബൈക്കുകൾ കൊണ്ടുവയ്ക്കും. കാറിൻ്റെ 2 വശത്തും നടുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു ബൈക്കുകൾ വയ്ക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. എന്നിട്ടും ചെയ്യുന്നവരങ്ങനെ ചെയ്യത്തില്ല. കാര്യം അവരൊന്ന് ചിന്തിച്ചൂടെ, കാറുകൾ നിരത്തിയിടുന്ന സ്ഥലത്ത് ബൈക്കുകൾ കൊണ്ട് നടുക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അങ്ങ് പോവും. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒന്നും റോഡിലൊന്നും സ്ഥലമില്ല. അപ്പം കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കാറുകൾ പാർക്ക് ചെയ്തിട്ട് ബൈക്കുകൾക്ക് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട്. കാര്യം ഞാനും 2 വീലർ ഓട്ടിക്കുന്നതാണ്. അപ്പോൾ എനിക്കും അതിൻ്റേതായ രീതിയിലേ ഞാൻ പാർക്ക് ചെയ്ത് വെക്കത്തുള്ളൂ. അവർ തെറ്റായി പോകുന്നതെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ട്ടുണ്ടല്ലോ, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ നട്ടുച്ചയാണ്, എങ്കിലും തണുത്തൊന്നും കഴിക്കാൻ തോന്നില്ല. ചായ തന്നെ കുടിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഏട്ടുണ്ടല്ലോ, എന്തുവേണം, കപ്പലണ്ടി മിഠായിയും എള്ളുണ്ടയും തേൻ മിഠായിയും ഒക്കെ എടുത്തു കേട്ടോ മക്കൾക്ക് കൊടുക്കാം. പിന്നെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേൻ മിഠായിയൊക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അമ്മ എന്നെ വിളിച്ചു, നീ വീട്ടിലുണ്ടെങ്കിൽ വൈകിട്ട് വരുമോ, ചീനി കുറച്ചുണ്ട് തരാമെന്ന്. അപ്പോഴുണ്ടല്ലോ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കൊല്ലത്തുണ്ട്, പക്ഷേ വീട്ടിലോട്ട് വരാൻ എനിക്ക് പറ്റത്തില്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു കാര്യം ചെയ്യാൻ ആ ഗേറ്റിൻ്റെ അടുത്തോട്ട് വരാം. കാര്യം നമ്മുടെ വീടിൻ്റെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണല്ലോ എൻ്റെ വീടെന്ന് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പോയാലുണ്ടല്ലോ റെയിൽവേ ഗേറ്റ് അടച്ചിടും. 2-3 ട്രെയിൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളും തടസ്സം. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അങ്ങനെയൊന്നും വരാതിരിക്കേണ്ട, ചീനി എന്തായാലും ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. അങ്ങനെ അമ്മ പാവം കേട്ടോ, തലയിൽ തോർത്തൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അങ്ങനെ ചീനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ പച്ചക്കറി വാങ്ങിക്കുക. അതായത് വെട്ടുമലക്കറി ഇല്ലേ, സാമ്പാറിനും അവിയലിനും ഒക്കെയുള്ള മലക്കറിയൊക്കെ ഇങ്ങനെ തീർന്നു പോയി കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഒരു പപ്പടവും, പിന്നെ ഏട്ടന് ഇഷ്ടമാണ് ഈ വള്ളിപ്പയർ. അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ KSRTC സ്റ്റാൻഡിൽ വന്നു കേട്ടോ. മോന് കൺസ്ട്രക്ഷൻ്റെ ടൈം കഴിഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ മുമ്പുള്ള കാർഡ് കാണിക്കണമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഫോണിൽ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കാണിച്ചിട്ടൊന്നും അവർക്കത് പറ്റില്ല. അതിൻ്റേതായ രീതികളുണ്ട്. എൻ്റെ ഭാഗത്താണ് തെറ്റ്, അത് എടുത്ത് വയ്ക്കണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ചോറൊക്കെ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം ഇരുന്നപ്പോൾ ഉണ്ടല്ലോ വൈകിട്ട് വീണ്ടും പോകണം. കാര്യം നാളെ മോന് അത് റെഡിയാക്കണ്ടേ എന്ന് വെച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങാനായിട്ട് ഇരുന്നപ്പോൾ ഇളയ മോൻ വന്നിട്ടല്ലേ ഇറങ്ങാൻ പറ്റൂ. ഞാൻ അവനെ വിളിക്കാൻ പോലും അവൻ്റെ അപ്പച്ചിയാണ് കേട്ടോ അവനെ കൊണ്ടാക്കി. നോക്കി ഐക്കാർഡൊക്കെ കയ്യിലെടുത്തിട്ട് കറക്കി ഇഞ്ചെയ്തൊക്കെയാണ് പോയത് കേട്ടോ. കോലം കണ്ടോ, ആ രീതിയിൽ വന്നു. അങ്ങനെ പിന്നെ മോന് ഏത്തയ്ക്ക് പുഴുങ്ങിയതാണ് കൊടുത്തത്. ഇത് ഇളയവന് കൊടുത്തു, ഇത് മൂത്തവനുള്ളതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വേഗം ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് അങ്ങനെ വേഗം വീണ്ടും തന്നെ അങ്ങോട്ട് തന്നെ പോയി കേട്ടോ. കാര്യം ഒരു മിസ്റ്റേക്കിൽ വന്നതാണ് 2 ട്രിപ്പുള്ള നടത്താം. അങ്ങനെ അവിടെ ചെന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു. കാർഡൊക്കെ കൈവശം കിട്ടി.
എന്നിട്ട് വേഗം തന്നെ വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജോലികളുണ്ടായിരുന്നു. തൂത്തൊക്കെ വാരി നിറയെ പുല്ലായി കേട്ടോ. മുറ്റമൊക്കെ നല്ല പുല്ലായിട്ടുണ്ട്. കാര്യം ഇൻ്റർലോക്കിലൊക്കെ വിടവുകളിലൊക്കെ പുല്ല് പിടിച്ചു. പിന്നെ റോഡ് ആണെങ്കിൽ 2-3 ദിവസമായില്ലേ തൂത്തിട്ട്, അവിടെ എല്ലാം അങ്ങ് പുല്ല് പിടിച്ചോട്ടെ. മുമ്പുള്ള വീഡിയോയിലൊക്കെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നും തൂത്ത് വൃത്തിയാക്കാനൊന്നും ഞാൻ നിന്നില്ല. കാര്യം നിന്ന് കഴിഞ്ഞാൽ പാടാക്കാരി ഈ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന കരിയലുകൾ കൂടി വരുന്നില്ലെങ്കിലും നമ്മുടെ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടോ. വല്ലതും കിടന്നാൽ തന്നെ കാണണ്ടേ നമ്മുടെ കണ്ണിൽ. അങ്ങനെ പിന്നെ പോസ്റ്റിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങ് വീട്ടിൽ കയറി. പിന്നെ മൂത്ത മോൻ വന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചു കേട്ടോ. കാര്യം ഇന്ന് എനിക്ക് അധികം പണികളുള്ളതുകൊണ്ട് വിളക്ക് കത്തിക്കലൊന്നും നടന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ക്ഷീണം കാരണം അവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ സിപ്പപ്പ് ഏട്ടൻ പോയി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു. അങ്ങനെ സിപ്പപ്പ് കൊണ്ട് എൻ്റെ വായി കൊണ്ട് വെച്ച് തരികയാണ് കേട്ടോ. എന്നിട്ട് ഞാനത് വാങ്ങിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചു. കാര്യം ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ തന്നതാണ്. ചിലപ്പോഴങ്ങനെയാണ് ഇഷ്ടമുള്ള സാധനങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നിട്ട് അപ്പോഴേ അങ്ങ് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറ, അച്ഛൻ അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച്. ചേട്ടൻ വന്നാൽ ഇങ്ങനെയാണ്, ഒരു സ്വസ്ഥത കൊടുക്കത്തില്ല. പക്ഷെ നമുക്കത് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ ഇട്ടെടുത്ത് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതൊക്കെ കൊടുത്തിട്ടൊന്നും അതൊന്നും വേണ്ട. എന്നിട്ട് ഏട്ടൻ പറഞ്ഞു നീ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയത്. പക്ഷേ മക്കൾക്ക് വേണ്ട കേട്ടോ. കാര്യം അവർ ഏട്ടൻ പുറത്തുനിന്നൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം കൂടെ കഴിച്ച് ഒരു പരുവായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു മുട്ട എടുത്ത് കുക്കറിലിട്ട് കേട്ടോ. വേറെ കാര്യം വെച്ചാൽ എനിക്കും വേണ്ട, ഞാനും കഴിച്ചില്ല, അപ്പം മക്കളും കഴിച്ചില്ല. അപ്പം ചപ്പാത്തി ഏട്ടന് മാത്രം മതി. അങ്ങനെ ദേ ഏട്ടൻ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നൊരു മുളവാണേ, നാഗാമിർച്ചി എന്ന് പറയും കേട്ടോ. എനിക്കറിയത്തില്ല, ഇത് ഒരെണ്ണം ഇട്ടാൽ മതി കറികൾക്ക്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു ഇതിന് ഇപ്പം മുളക് പൊടിയൊന്നും ഇട്ടില്ല, ഇത് കാണാൻ എങ്ങനെ ഇരിക്കും? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ ഒരു മുളകും കൂടി ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയൊന്ന് തന്നാൽ മതിയെന്ന്, നല്ല എരിവ് കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞതല്ലേ, ഒന്ന് ചെയ്ത് നോക്കാം. അവർ അവിടെ അവർ ആഹാരത്തിലൊക്കെ ഈ ഒരു മുളക് മാത്രമാണ് ഇടുന്നതെന്ന് പറയും. കാര്യം അത്രയ്ക്ക് എരിവ് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അധികം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഈ മുട്ടക്കറിക്കൊക്കെ കളറൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ തിന്നും? അങ്ങനെ ആ ഒരു മുളക് അവിടെ കിടന്ന് വിരവുമാണ് കേട്ടോ. അങ്ങനെ മുട്ടക്കറി സെറ്റായി, മുട്ടയും പുഴുങ്ങിയെടുത്തു. ഏട്ടനുണ്ടല്ലോ, ഈ മുട്ടക്കറി ആയിക്കോട്ടെ ചിക്കൻ കറി ആയിക്കോട്ടെ അതൊക്കെ നല്ല തിക്കായിട്ടിരിക്കണം. എനിക്കാണെങ്കിൽ തിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് ഗ്രേവി പോലെ ഇവിടെ ഒന്ന് പെരളണമല്ലോ. ഏട്ടനങ്ങനൊന്നും അല്ല കേട്ടോ ഇഷ്ടം. ഏട്ടൻ ഈ ഒരു പരുവാണ്. ഏട്ടൻ ഇത് മുട്ടയും ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചപ്പോൾ പറയുകയാണ് നല്ല എരിവുണ്ടെന്ന്. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഇളയവൻ പോയി അങ്ങ് കിടന്നു. എന്നിട്ട് മൂത്തവനെ കാത്തിരിക്കണം അടി കൂടാൻ. എന്നും ഉള്ളതാണ് കേട്ടോ അടി. അവനെ പ്രതീക്ഷിച്ചിരിക്കണം എന്തേ കാണാത്തത്, എന്തേ വൈകിയതെന്നൊക്കെ. അങ്ങനെ മൂത്തവൻ വന്നപ്പോൾ സെയിം എന്നത്തെയും പോലെ തന്നെ പുതപ്പിനടി. അങ്ങനെ കുറേ പിടിവലിയൊക്കെ നടത്തിയപ്പോൾ ഞാനും ചേട്ടനും പോയി അതങ്ങ് സോൾവ് ചെയ്തു കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങി എല്ലാവരും കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.